ഏഞ്ചൽ ബിൻഡബിളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു പാൻറ്റിന് ഞാൻ വെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചില പാൻറ്റിൻ്റെ ഒക്കെ തേണ്ട ഈ താഴ്ഭാഗം വെട്ട് കാണുവേ, ഈ നടുക്കായിട്ട് ആ വെട്ടെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഞാൻ ഈ 3 ഇഞ്ച് പടിയാണ് ഈ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഈ 3 ഇഞ്ച് വരെ എനിക്കൊരു പടി വേണം കട്ടിയിൽ. അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയും പടി മടക്കി അടിക്കാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്തെടുക്കുന്നത്, ഈ 3 ഇഞ്ചും ഇതിന്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടി 5 ഇഞ്ച് ഈ സൈഡ് കട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ 5 ഇഞ്ച് കട്ട് ചെയ്തേ. ഈ 5 ഇഞ്ച് കട്ട് ചെയ്ത് ഇനി ഈ കട്ട് ചെയ്ത ഭാഗം നമ്മള് ഈ നല്ല ഭാഗത്തോട്ട് മടക്കണം. കണ്ടോ, ഈ നല്ല ഭാഗത്തോട്ട് മടക്കിയിട്ട് കുറച്ചെടുത്ത് ഇതിന്റെ മുകൾപോട്ടൂടെ മടക്കണം. ഒരു ഇഞ്ച് കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ 2 സൈഡും അടിച്ചോണ്ട് വരാം. ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഈ എറമ്പ് അടിച്ചോണ്ട് വരാവേ. ഈ നല്ല ഭാഗത്തോട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഒരു മടക്ക് നല്ല ഭാഗത്തോട്ട് ഇട്ടിട്ട് പിന്നെ ബാക്കി അതിന്റെ മോൾ പോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതേണ്ട ഇങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റും. ഇങ്ങനെ അടിച്ചിട്ട് ഇത് തിരിച്ചിടുക. തിരിച്ചിട്ടപ്പോൾ നമ്മുടെ പടി ഇങ്ങനായി. നല്ല വീതിയുള്ള ഒരു പടിയായേ. ഇത്രയും വീതി വേണം അടിഭാഗത്തേക്ക്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ 2 തയ്യൽ തയ്ക്കാം. ആദ്യം ഒരു തയ്യൽ തയ്ക്കാം, പിന്നെ ഇത് രണ്ടോണം ചേർത്ത് വെച്ചും കൊണ്ട് ഒരു തയ്യലൂടെ തയ്ക്കാം. നമ്മൾ തയ്ക്കുമ്പോൾ ഇത് നല്ലപോലെ ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പൊ തന്നെ നമ്മൾ ഇതിങ്ങനെ തയ്ച്ചെടുത്തേ. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ കാലും തയ്ച്ചുകൊണ്ട് വരാം. അപ്പൊ തന്നെ നമ്മൾ ഈ 2 കാലും തയ്ച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ എറമ്പിക്കൂടെ 2 തയ്യൽ. ആദ്യം ഈ എറമ്പ് ചേർത്തൊരു തയ്യൽ, പിന്നെ ഇച്ചിരി നീക്കി ഒരു തയ്യൽ, അങ്ങനെ 2 തയ്യലൂടെ തയ്ക്കണം. അപ്പം ഞാൻ ഈ പാൻറ് തയ്ച്ചു കഴിഞ്ഞതുണ്ട്. അപ്പം ഞാൻ ഇനി പ്രത്യേകിച്ചിട്ടെന്ന് പറയാൻ തേണ്ട ഇവിടെ ഒരു പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പോക്കറ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.